നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബോട്ട് മുങ്ങിയതോടെ രക്ഷ തേടി തീരത്തേക്ക് നീന്തിയ 68-കാരനെ ആക്രമിച്ച് മുതല. ഫ്ലോറിഡയിലെ എവർഗ്ലേഡ്സിലാണ് സംഭവം. ഞായറാഴ്ച പുലർച്ചെയാണ് ചെറുബോട്ടിൽ പാർക്കിലെ കാഴ്ചകൾ കാണാനായി ഇറങ്ങിയ 63-കാരനെ മുതല ആക്രമിച്ചത്. എവർഗ്ലേഡ്സിലെ ദേശീയോദ്യാനത്തിലാണ് സംഭവം. ചെറുബോട്ടിൽ വെള്ളം കയറി തുടങ്ങി മുങ്ങാൻ തുടങ്ങിയതോടെയാണ് മറ്റു വഴികളില്ലാതെ 68-കാരൻ തടാകക്കരയിലേക്ക് നീന്തിയത്. എന്നാൽ തീരത്ത് എത്തുന്നതിന് മുൻപേ 68-കാരന്റെ കാലിൽ മുതല പിടിക്കുകയായിരുന്നു. തടാകക്കരയിലുണ്ടായിരുന്ന ഉദ്യാനത്തിലെ ജീവനക്കാർ കണ്ടതാണ് 68-കാരന്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണമായത്. 68-കാരന്റെ കാലിൽ ഗുരുതരമായ പരിക്കാണ് മുതലയുടെ ആക്രമണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കരയിൽ എത്തിച്ച 65-കാരനെ ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. സംഭവത്തിന് പിന്നാലെ പാർക്കിലെ ജീവനക്കാരും പോലീസും മുതലയെ നിരീക്ഷിക്കുന്നത് തുടരുകയാണ്. US മത്സ്യ വന്യജീവി സർവീസ്, ഫ്ലോറിഡ മത്സ്യ വന്യജീവി സംരക്ഷണ സർവീസുകളോട് ചേർന്നുള്ള മേഖലയിലാണ് മുതലയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വീണ്ടും സന്ദർശകർക്കെതിരെ മുതലയുടെ ആക്രമണം നേരിട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉദ്യാന ജീവനക്കാർ വിശദമാക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗം മുതലകളുടെ വാസസ്ഥലമാണ് ഈ ഉദ്യാനത്തിലെ ചെറു തടാകങ്ങളും ചതുപ്പുകളും. ഇവിടെ സന്ദർശകരെ അനുവദിക്കുന്നുണ്ടെങ്കിലും ജീവികളെ സ്പർശിക്കുന്നതിനോ വെള്ളത്തിൽ ഇറങ്ങുന്നതിനോ നീന്തുന്നതിനോ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഇടമാണ്. കനാലുകളിലും തടാകത്തിലും ചെറു ബോട്ടിലൂടെ മാത്രം ഇറങ്ങാനാണ് അനുമതിയുള്ളത്.